لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار ليجزيهم الله أحسن ما عملوا ويزيدهم من فضله والله يرزق من يشاء بغير حساب أيها الناس أوصيكم إياي أولا بتقوى الله സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആജ്ഞകളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ സർവാത്മക മേഖലകളിലും പാലിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ യഥാവിധി പാലിച്ച് ജീവിച്ച് ഇഹലോകത്തും പരലോകത്തും റബ്ബിന്റെ തൃപ്തി ലഭിച്ച് സ്വർഗപ്രവേശനം ലഭിക്കുന്ന മഹാവിജയികളിൽ റബ്ബ് സുബ്ഹാനഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം മനസ്സിലാക്കിയത്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം പരലോക വിജയമാണ്. ആഖിറത്തിലെ റബ്ബിന്റെ സവിധത്തിൽ ചെന്നു നിൽക്കുമ്പോൾ അപമാനിതനാവാതെ റബ്ബിന്റെ തൃപ്തി ലഭിക്കുക എന്ന ഒരു ആഗ്രഹത്തിലാണ് നാം നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഭൗതിക ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ദുനിയാവിനെ പാടെ വിസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഇസ്ലാം ഒരിക്കലും നമ്മളോട് പറഞ്ഞിട്ടില്ല. എന്നാൽ ഭൗതിക ലോകത്ത് സമ്പാദിക്കുവാനുള്ള നമ്മുടെ അവസരങ്ങളെക്കാൾ എത്രയോ ഇരട്ടി അവസരമാണ് പരലോകത്തിന് വേണ്ടി, നമ്മുടെ ആഖിറത്തിലെ വിജയത്തിന് വേണ്ടി നമുക്കിവിടെ ചെയ്യുവാനുള്ള അവസരം. ദുനിയാവിൽ നമ്മൾ സമ്പാദിച്ചാൽ എത്ര നേടുകയാണെങ്കിലും അതിനൊരു പരിധിയുണ്ട്. നമ്മൾ കൃത്യമായി ചിന്തിച്ചു നോക്കിയാൽ വളരെ വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. ഒരു ദിവസത്തെ ഒരു ജോലിക്ക് വേണ്ടി ആരോഗ്യവും കഴിവും സന്നദ്ധതയും എല്ലാം ഉണ്ടായിട്ടും ഒരു ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട് സമൂഹത്തിൽ. അതല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ രാത്രിയും പകലും തൊഴിലെടുക്കാൻ സന്നദ്ധമായിട്ടും
സ്വന്തം കുടുംബത്തിന്റെ ഉപജീവനത്തിന് വക കണ്ടെത്താൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് സമൂഹത്തിൽ. അപ്പോൾ സഹോദരന്മാരെ, ഭൗതിക ലോകത്ത് സമ്പാദിക്കുവാൻ എല്ലാവർക്കും അവസരങ്ങളില്ല. ആർജിച്ചെടുത്ത സമ്പാദ്യം ഏതൊരാളുടേതും ഏത് സന്ദർഭത്തിലും നശിച്ചു പോകാനും ഇവിടെ അവസരങ്ങൾ ഒരുപാടുണ്ട്, സാധ്യതകൾ ധാരാളമുണ്ട്. പക്ഷേ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിലെ ആയുസ്സിൽ നമുക്ക് ലഭിച്ച സമയങ്ങളിൽ രാത്രിയും പകലും നാം നമ്മുടെ പരലോക വിജയത്തിന് വേണ്ടി നൽകുമ്പോൾ, അവസരം കണ്ടെത്തുമ്പോൾ, സമയം കണ്ടെത്തുമ്പോൾ നമുക്ക് ഒരുപാട് സന്ദർഭങ്ങൾ ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടി രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. നമുക്കിവിടെ നിർണയിക്കുവാനും നിശ്ചയിക്കുവാനും കഴിയാത്ത എണ്ണമറ്റ അനവധി അവസരങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ നമുക്കേവർക്കും നമ്മുടെ മുമ്പിലുണ്ട്. ആരോഗ്യമുള്ളവർക്കും ആരോഗ്യമില്ലാത്തവർക്കും പണമുള്ളവർക്കും പണമില്ലാത്തവർക്കും അല്ലാഹുവിന് വേണ്ടി ആഖിറത്തിലെ വിജയത്തിന്റെ ആ ഒരു നന്മയ്ക്ക് വേണ്ടി സന്ദർഭങ്ങൾ കണ്ടെത്തുവാൻ ഇവിടെ ധാരാളം അവസരങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തെയും ആരോഗ്യത്തെയും സമയത്തെയും സമ്പാദത്തെയും തുറന്നു കിടക്കുന്ന അല്ലാഹുവിന്റെ മാർഗത്തിന് വേണ്ടിയുള്ള വഴികളിലേക്ക് മാറ്റി തീർക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ കൃത്യമായി ചിന്തിക്കേണ്ടുന്ന സുപ്രധാനമായ ചിന്തകളാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ തൗഹീദ് മനസ്സിലാക്കി, ആഖിറത്തിനെ കുറിച്ച് മനസ്സിലാക്കി, സുന്നത്തിന്റെ പ്രാധാന്യം അറിഞ്ഞു, നമ്മൾക്കൊള്ളാം, നമ്മൾ തരക്കേടില്ല എന്ന ആ ഒരു ചിന്തയിലല്ല നമ്മൾ കൃത്യമായി ചിന്തിക്കേണ്ടുന്ന ഓരോ വ്യക്തിയും ഇതിലാരും അപ്പുറത്തല്ല, ആരും തന്നെ ഒഴിവാക്കി നിർത്തുന്ന ആളുകളല്ല. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മനോഹരമായ ആ ഒരു പ്രകാശത്തെ, റബ്ബിന്റെ വെളിച്ചത്തെ, റബ്ബിന്റെ അസ്തിത്വത്തെ മനോഹരമായി വിശദീകരിച്ച് അല്ലാഹു നൂറു സമാവാതി വൽ അർദ് എന്ന ആ ആയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂറിലെ ആ ആയത്ത് പറഞ്ഞ് അവസാനിപ്പിച്ച് റബ്ബിന്റെ മനോഹരമായ വെളിച്ചത്തെ കുറിച്ച്, അതിന്റെ വികാസത്തെ കുറിച്ച്, അത് മനുഷ്യ മനസ്സുകളിൽ ചെലുത്തുന്ന ഉന്നതമായ ചിന്തോദ്ദീപകമായ സന്ദർഭങ്ങളെ കുറിച്ച് വിശദീകരിച്ച് റബ്ബ് പറയുന്ന ഒരു വല്ലാത്ത കാര്യമുണ്ട്. അതാണിന്ന് എന്റെ സഹോദരന്മാരുടെ സഹോദരിമാരുടെ ചിന്തയിലേക്കായി ഞാൻ ഇന്ന് നൽകുന്നത്. റബ്ബ് പറയുകയാണ്, ആർക്കാണ് അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള സുവർണാവസരങ്ങൾ നഷ്ടപ്പെടാതെ പോകുന്നത്? ആരാണ് റബ്ബിന്റെ മാർഗത്തിലുള്ള അവസരങ്ങൾ തകർക്കാതെ അത് ഒരുപാട് നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്? ആരാണ്? റബ്ബ് വിശദീകരിക്കുകയാണ് സഹോദരന്മാരെ. ഒരു ഉദാഹരണം, നമ്മളിപ്പോ പലപ്പോഴും ഈ സന്ദർഭം, ഈ ജുമുഅയുടെ സന്ദർഭം നമ്മൾ ഇതൊന്നെടുത്ത് പരിശോധിച്ചു നോക്കിയേ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ആരും തന്നെ ഈ സമയത്ത് ഇവിടെ വെറുതെ ഇരിക്കുകയല്ല. നമ്മൾ ആരും ഇവിടെ വെറുതെ ഇരിക്കുകയല്ല. ഈ 12:45 മുതൽ 1:30 വരെ, അതല്ലെങ്കിൽ 1:35 വരെ നമ്മൾ വെറുതെ ഇരിക്കുകയല്ല. ഇവിടെ ചെലവഴിക്കുന്ന സമയം സഹോദരന്മാരെ ഭൗതികമായി ചിന്തിച്ചാൽ നമുക്ക് നഷ്ടങ്ങളുണ്ട്. കച്ചവടം നടത്തുന്ന, ബിസിനസ് നടത്തുന്ന, അതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ, മറ്റുള്ള ഉദ്യോഗങ്ങളിൽ വ്യാപൃതരാകുന്ന ആളുകൾ അത് മാറ്റിവെച്ച് ഇവിടെ വന്നിരിക്കുമ്പോൾ ഭൗതികമായി ചിന്തിച്ചാൽ നഷ്ടങ്ങളുണ്ട് സഹോദരന്മാരെ. എന്നാൽ ഇതിന്റെ പുണ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിലോ, വീട്ടിൽ നിന്ന് നമ്മൾ വരുമ്പോ വുദൂ ചെയ്തുകൊണ്ട് വന്നു അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പോലെ, പഠിപ്പിച്ച പോലെ വുദൂ ചെയ്ത ഒരു നിയ്യത്തോടെ, പ്രാർത്ഥനയോടെ നീ മുന്നോട്ട് വെക്കുന്ന ഓരോ കാഴ്ചപ്പാടിനും നിന്റെ ദറജയുണ്ടല്ലോ. റബ്ബിന്റെ സവിധത്തിലുള്ള നിന്റെ ആ പദവികളൊന്നൊന്നായി പോവുകയാണ്. നിന്റെ പാപങ്ങൾ ഇങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല നിന്റെ അക്കൗണ്ടിൽ നിന്ന് മായ്ച്ചു കളയും. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി
വസല്ലമ നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ്. വളരെയധികം ചിന്തിക്കേണ്ട കാര്യമാണ് സഹോദരന്മാരെ. നമസ്കാരത്തിന് വേണ്ടിയുള്ള പ്രാരംഭമായ ഒരുക്കമാണെന്ന്. പക്ഷേ നമസ്കാരത്തിന്റെ പുണ്യം മാത്രമല്ല, നമ്മൾ വുദൂ ചെയ്യുമ്പോ ആ ഒരു ചിന്തയോടെ, ആ ഒരു നിയ്യത്തോടെ, പ്രാർത്ഥനയോടെ വുദൂ ചെയ്യുമ്പോ നമ്മുടെ പാപങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പോലെ അവന്റെ കൈവിരലുകൾക്കിടയിലൂടെ ഒലിച്ചു പോകും, അതങ്ങനെ തീർന്നു പോയിക്കൊണ്ടിരിക്കും. റസൂലുള്ളാഹി പറഞ്ഞതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നടന്നാണോ നമ്മൾ വന്നത്? അതല്ല വാഹനം പാർക്ക് ചെയ്ത് അത് നമ്മൾ നടന്നു വന്നതാണോ? ഓരോ കാലടിയിലും ഓരോ ദറജ ഉയർത്തപ്പെടുന്നു. തിന്മ മായ്ച്ചു കളയും. ഇതൊക്കെ ഒരു വിശ്വാസമുണ്ടാവണം. ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ മനസ്സുണ്ടാവണം നമുക്ക്. ജുമുഅയുടെ പ്രതിഫലം മാത്രമല്ല സഹോദരന്മാരെ. പള്ളിയിലേക്ക് കയറി വന്നപ്പോ നമ്മൾ വലതുകാലം വെച്ച് കയറി വന്നു, പ്രാർത്ഥന ചൊല്ലി, വിശാലമായ റബ്ബിന്റെ പ്രതിഫലങ്ങളുടെ വാതായനങ്ങൾ എന്റെ മുമ്പിൽ തുറക്കണേ അല്ലാഹ്. ആ ഒരു പ്രാർത്ഥന ചൊല്ലി സുന്നത്ത് നമസ്കരിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ഇരിക്കുന്നവർക്ക് ആദ്യമായി വന്നവന് നഷ്ടമുണ്ടോ? ഭൗതികമായി ചിന്തിക്കുമ്പോൾ ഒരുപാട് സമയത്ത് കച്ചവടം നഷ്ടപ്പെട്ടു, ഒരുപാട് സമയത്ത് ബിസിനസിന് തടസ്സം വന്നു. പക്ഷേ അല്ലാഹുവിന്റെ പള്ളിയിൽ വന്നിട്ട് ആദ്യമായി കുത്തിയിരുന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ കലാമെടുത്ത് ഓതിയ സഹോദരന്റെ പുണ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. മനോഹരമാണത്, വലിയതാണത്. ഏറ്റവും നേരത്തെ വന്നവന് നഷ്ടമല്ല, അവന് ഏറ്റവും വലിയ പുണ്യമാണ്. റസൂലുള്ളാഹി പിന്നെയും പറഞ്ഞു, ജുമുഅയിൽ ഒരു സമയമുണ്ട്. ആ സമയത്ത് ഒരു മനുഷ്യന്റെ പ്രാർത്ഥന ഒത്തുവന്നാൽ ആ പ്രാർത്ഥന അവന് തള്ളിക്കളയില്ല. അങ്ങനെ ഒരുപാട് സഹോദരന്മാരെ സന്ദർഭങ്ങളും അവസരങ്ങളും റബ്ബ് തുറന്ന് തന്നിരിക്കുന്ന ഒരു സമയത്തിലും സാഹചര്യത്തിലുമാണ് നമ്മൾ നിലകൊള്ളുന്നത്. പക്ഷേ നമ്മുടെ ഭൗതികമായ ജീവിതത്തിലെ ഒരു മണിക്കൂർ, അരമണിക്കൂർ, അല്ലെങ്കിൽ 1.5 മണിക്കൂർ നമ്മൾ ചിന്തിച്ചു നോക്കിയേ പരിമിതിയുണ്ട്. ആർജിച്ചെടുക്കുന്ന സമ്പാദ്യത്തിന് പരിധിയുണ്ട്. പള്ളിയിൽ വന്ന് ഒരൽപ്പം ഖുർആൻ ഓതിയാൽ ഓരോ അക്ഷരത്തിനും 1ന് 10 പ്രതിഫലം നൽകുമെന്ന് തിരുമേനി പഠിപ്പിച്ചതാ. ഒന്നിരിക്കുമ്പോ നമ്മുടെ അപ്പുറത്ത് ചെറിയൊരു കരട് കാണുന്നു, ഒരു അഴുക്ക് കാണുന്നു, ഒരു എന്താ പറയാ, എന്തെങ്കിലും ഒരു പൊടി എന്തെങ്കിലും കാണുന്നു, നമ്മൾ അതങ്ങ് തള്ളി മാറ്റി അവിടെ ഇരിക്കലല്ല. തിരുമേനി പറഞ്ഞ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്ഭുതത്തോടെ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് എന്റെ റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. സ്വഹാബികളോട് ചോദിച്ചു, എന്തെന്നാ നബിയെ? അപ്പൊ തിരുമേനി പറയുന്നതാണ്, പള്ളിയിൽ കാണുന്ന ഒരു അഴുക്ക്, ഒരു ചെറിയ കരട്, അതെടുത്ത് പുറത്തേക്ക് കളയുന്നതിന് ആ അടിമക്ക് റബ്ബ് കൊടുക്കുന്ന പ്രതിഫലത്തിന്റെ വ്യാപ്തി കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. ഇതൊക്കെ സഹോദരന്മാരെ നമുക്ക് ഇതിന്റെ ഒരു അവസ്ഥയിൽ ചിന്തിക്കുമ്പോൾ ബൃഹത്തായ കാര്യമായി മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതൊക്കെ വിസ്മരിച്ചുകൊണ്ടാണോ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ടാണോ ഞാനും നിങ്ങളും നമ്മുടെ ആയുസ്സിന്റെ സമയം പിന്നിട്ടത്? ഗൗരവത്തോടുകൂടി പുനർവിചിന്തനം നടത്താൻ കഴിയണം സഹോദരന്മാരെ. ഒരു ജുമുഅ നഷ്ടപ്പെടുമ്പോ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് കണക്കാക്കാനാവാത്ത വിശാലമായ പുണ്യത്തിന്റെ അളവുകളാണെന്ന് മനസ്സിലാക്കാൻ കഴിയണം നമുക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, ബഹുമാനരായ സഹോദരിമാരോട്, നന്മയിൽ അടിയുറച്ചു നിൽക്കാൻ, നന്മയിലേക്ക് തിരിച്ചു വരാൻ എന്താണ് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും പ്രചോദനമാവേണ്ടത്? അല്ലാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്ന് റബ്ബിന്റെ മാർഗത്തിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ വിശ്വാസിക്ക് എന്താണ് പ്രചോദനമാവേണ്ടത്? റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തുൻ നൂറിന്റെ 36 മുതൽ 38 വരെയുള്ള ആയത്തുകളിൽ പറയാണ്, ഫീ ബുയൂത്തിൻ അല്ലാഹു അൻ തുർഫഅ വ യുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ബിൽ ഉദൂബി വൽ ആസാൽ. റബ്ബ് പറയാണ്, അല്ലാഹുവിന്റെ വെളിച്ചങ്ങൾക്ക്, പ്രകാശങ്ങൾക്ക് ഉയരുവാനും റബ്ബിന്റെ ഹുദനുകരാനും പകരാനും അറിയാനും അനുഭവപ്പെടാനും മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കാനും അല്ലാഹു അനുവാദം നൽകിയിരിക്കുന്നു. അല്ലാഹുവിന്റെ പള്ളികളിലാണ് റബ്ബതിന് സഹായം ഒരുക്കിയത്. പള്ളികളാണ് റബ്ബതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. രാവിലെയും വൈകുന്നേരം
നേരവും റബ്ബിന്റെ നാമം സ്മരിച്ചുകൊണ്ടിരിക്കുന്ന, റബ്ബിന്റെ അവതാരങ്ങൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പള്ളിയിലുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? അല്ലാഹുവിന്റെ പള്ളിയിൽ ചില ആളുകളുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? ഈ പറയുന്ന ആളുകൾക്ക് റബ്ബ് പഠിപ്പിച്ച ആ ഒരു മനോഹരമായ അവസ്ഥയിലെത്താൻ കഴിയുകയുള്ളൂ. അവരുടെ പ്രത്യേകത എന്താണെന്നോ? അല്ലാഹുവിന്റെ സ്മരണ അവരിൽ നിന്ന് തളച്ചു കളയില്ല. അല്ലാഹുവിന്റെ ഓർമ്മ അവർക്ക് നഷ്ടപ്പെട്ടു പോകില്ല. എന്ത് കാര്യങ്ങളുണ്ടായാൽ അവന്റെ കച്ചവടമോ അവന്റെ ബിസിനസ്സോ അവന്റെ ഉദ്യോഗമോ അവന്റെ മറ്റെന്ത് ധനാഗമന മാർഗങ്ങളോ റബ്ബിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് അവർ അകറ്റിക്കളയില്ല. ഒരു കച്ചവടവും അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് അവരെ അകറ്റിക്കളയില്ല. കച്ചവടം മോശമായിട്ടാണോ? അല്ല. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു മനുഷ്യന്റെ ധനാഗമന മാർഗത്തിൽ ഏറ്റവും നല്ലത് കച്ചവടമാണ്. വിശാലമായി പറയേണ്ട കാര്യം ഞാൻ ഇപ്പൊ അങ്ങോട്ട് കിടക്കണില്ല. വിശ്വാസിയായ, വിശ്വസ്തനായ, നല്ലവനായ കച്ചവടക്കാരനെ കുറിച്ച് തിരുമേനി പറഞ്ഞ് ഉന്നതമായ അവസ്ഥയിലാണ് തിരുമേനി പറഞ്ഞത്. ഞാൻ ഇപ്പോഴങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. ഈ കച്ചവടം, വ്യവഹാരം റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മകൾ, റബ്ബിന്റെ പള്ളിയിലേക്ക് വരുന്നതിന് ബാങ്ക് കേൾക്കുമ്പോൾ ആ ബാങ്കിനെ നിരാകരിക്കാൻ അവന് പ്രചോദനമായാൽ ആ കച്ചവടം നഷ്ടമാണ് സഹോദരന്മാരെ. അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞത് അവിടെ കുറച്ചാളുകളുണ്ട്, അവരുടെ ഒരു ഭൗതികമായ സാഹചര്യങ്ങളും അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് അവർ അകറ്റിക്കളയില്ല. റബ്ബിന് വേണ്ടി നമസ്കരിക്കൽ അവന്റെ ഒന്നും തന്നെ അവൻ അതിൽ നിന്ന് തകർത്തി കളയില്ല, അവൻ അകറ്റിക്കളയില്ല. ദുനിയാവിന്റെ ഒരു തിരക്കും ആർത്തിയും ആഗ്രഹങ്ങളും സകാത്ത് കൊടുക്കാൻ, ആ സകാത്ത് നൽകുന്നതിൽ നിന്ന് അവനെ നിരാകരിക്കില്ല. ആർക്കാണ് ഈ വലിയ അശ്രദ്ധയിൽ നിന്നും നഷ്ടത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നത്? ആർക്കാണ്? ഒരു നമസ്കാരം കൊണ്ട് കിട്ടുന്ന, ഒരു ദിക്ർ കൊണ്ട് കിട്ടുന്ന, ഒരു ദുആ കൊണ്ട് കിട്ടുന്ന, ഒരു ഖുർആൻ പാരായണം കൊണ്ട് കിട്ടുന്ന ഈ മഹത്തായ പ്രതിഫലം നേടാൻ എന്താണ് മാർഗമെന്നോ റബ്ബ് സുബ്ഹാനഹു വ തആല ആളുകളുടെ വിശേഷണം പറയുകയാണ്. നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം സഹോദരന്മാരെ. റബ്ബ് പറയുകയാണ്, യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ഇവര് കച്ചവടക്കാരാണ്, ഇവർ വ്യാപാരികളാണ്, ഇവർ മറ്റുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാണ്. പക്ഷേ അവരുടെ പ്രത്യേകത എന്താണെന്നോ? യഖാഫൂന യൗമ, അവർ ദിവസത്തെ ഭയപ്പെടുന്നവരാണ്. നമ്മൾ ഒരുമിച്ച് കൂടിയത് സത്യമാണോ? ഈ നൃത്തം സത്യമാണോ? ഈ കേൾവി സത്യമാണോ? ഇതിനേക്കാൾ വലിയൊരു സത്യമാണ് റബ്ബ് പറയുന്നത്. യഖാഫൂന യൗമ, അവർ ദിവസത്തെ ഭയപ്പെടുകയാണ്. ഒരു ഭയങ്കരമായ ദിവസത്തെ അവർ പേടിക്കുകയാണ്. ആ ദിവസത്തിന്റെ പ്രത്യേകത തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ആ ദിവസത്തിന്റെ ഭീകരത കൊണ്ട്, ഭയാനകത കൊണ്ട് അവരുടെ ഹൃദയങ്ങളും കണ്ണും പടച്ചു പോവുകയാണ്. കണ്ണും ഹൃദയങ്ങളും ശരീരമാസകലം പടച്ചു പോകുന്ന ഒരു ഭീകരമായ ദിവസത്തെ ഭയപ്പെടുന്ന ആളുകളാണ് റബ്ബിന്റെ മാർഗത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ സഹോദരന്മാരെ, നാം നമ്മുടെ ജീവിതത്തിൽ, ഈ ജീവിതത്തിന്റെ അവസാനം കഴിഞ്ഞ് മരണപ്പെട്ടു പോകും മുമ്പ് എത്രയെത്ര ഭീകരമായ വിഭത്സമായ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് അപകടങ്ങൾ, ഒരുപാട് ദാരുണമായ അന്ത്യങ്ങൾ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ, അംഗവിച്ഛേദനം ചെയ്യപ്പെട്ടവർ, പ്രയാസപ്പെടുന്നവർ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ റബ്ബ് സുബ്ഹാനഹു പറയുകയാണ്, നിങ്ങൾ ഈ ദുനിയാവിലെ ജീവിതത്തിൽ നിങ്ങൾ കാണുന്ന സകലമായ ഭയാനകതയെക്കാളും, സകലമായ അപകടങ്ങളെക്കാളും നിങ്ങളെ തകർത്തിക്കളയുന്ന, നിങ്ങളുടെ കൽബിനെ പിടപ്പിച്ച് കളയുന്ന, നിങ്ങളുടെ കണ്ണിനെ പിടപ്പിച്ച് കളയുന്ന ഭീകരമായ അനുഭവങ്ങളിലേക്ക് കടന്നു പോകാനുള്ള മനുഷ്യരെ, നിങ്ങൾ ഈ ഭൂമിയിലെ ആയുസ്സിൽ അനുഭവിച്ച ഏറ്റവും വലിയ അപകടങ്ങളെക്കാൾ ഏറ്റവും വലിയ ഭയാനകമായ അവസ്ഥയിലേക്കാണ് ആ ദിവസം
ദിവസം നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ അനുഭവിച്ചതിനേക്കാൾ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥയിലേക്കായിരിക്കും നിങ്ങൾ മടങ്ങിച്ചെല്ലേണ്ടി വരിക എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന. സഹോദരന്മാരെ, ഈ കണ്ണടഞ്ഞതിന് ശേഷം, മരണം സംഭവിച്ചതിന് ശേഷം ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ആസ്വദിക്കേണ്ടി വരുമെന്ന് ബോധ്യം വന്നാൽ ഒരാൾക്കും ബാങ്ക് കേട്ടാൽ കടയിലോ ജോലിസ്ഥലത്തോ ഇരിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഈ കാര്യത്തെ കൃത്യമായി മനസ്സിൽ ബോധ്യം വന്നാൽ പള്ളിയിലേക്ക് വരാൻ, ജുമുഅക്ക് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് വന്നിരിക്കാൻ അത് തടസ്സമാകില്ല. എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും, എത്ര തിരക്കുള്ള കച്ചവടം ഉണ്ടായാലും, എത്ര തിരക്കുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിലും ഈ കാര്യങ്ങളിൽ ബോധ്യമാവേണ്ട പോലെ മനസ്സിനെ ബോധ്യപ്പെടുത്തിയാൽ പിന്നെ അമാന്തിച്ചു നിൽക്കാൻ കഴിയില്ല. സകാത്തിന്റെ കണക്ക് നോക്കി 10,000ങ്ങളും ലക്ഷങ്ങളും എണ്ണിക്കൊടുക്കുമ്പോൾ ഒരു വിഷമം തോന്നില്ല. എന്തേ കാരണം? ഒരു വീട് നിർമ്മിക്കാൻ, വീട് വെക്കാൻ സ്ഥലം വാങ്ങാൻ, അതിന്റെ സ്ഥലം വാങ്ങാൻ വേണ്ടി അതിന്റെ ഉടമക്ക് നമ്മുടേതാക്കാൻ ലക്ഷങ്ങൾ എഴുതി കൊടുത്തപ്പോ ഒരു വേദനയും നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടില്ല. ഉണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങളുടെ കടപ്പാടം നിർമ്മിക്കാൻ, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്ഥലം, വീട് വെക്കാൻ സ്ഥലം വാങ്ങാൻ ലക്ഷങ്ങൾ എഴുതി കൊടുത്തപ്പോ എന്റെ പൈസ തോന്നാണല്ലോ, തോന്നിയിട്ടില്ല. എന്തേ കാരണം? അത് ഭാവിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. അത് ഭാവിയിൽ എനിക്കും എന്റെ കുടുംബത്തിനും ഭാര്യക്കും മകനും മകൾക്കും ചേട്ടനും അനിയനും ഉപ്പാക്കും ഉമ്മാക്കുമൊപ്പോ ജീവിക്കുമ്പോ എനിക്ക് സുരക്ഷിതമായി മഴയും വെയിലും ഏൽക്കാതെ സുന്ദരമായി ജീവിക്കുവാനുള്ള എന്റെ ഭാവിയുടെ ബാസുരതയ്ക്ക് വേണ്ടിയാ ഞാൻ ഈ കൊടുക്കുന്നത്. അതുകൊണ്ട് മനസ്സിന് വിഷമം തോന്നിയിട്ടില്ല, മനസ്സിന് സങ്കടം തോന്നിയിട്ടില്ല. അപ്പോൾ സഹോദരന്മാരെ, ഈ ജമാഅത്ത് നമസ്കാരം, ഈ ജുമുഅ നമസ്കാരം, നാം ചെയ്യുന്ന ദുആകളും ദിക്റുകളും ഓതുന്ന ഖുർആനും നൽകുന്ന സദഖയും, പ്രിയപ്പെട്ടവരെ, ഇതിനേക്കാൾ ഭീകരമായ, ഇതിനേക്കാൾ ഭയങ്കരമായ, ഭയാനകമായ ഒരു അവസ്ഥയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള മറുമരുന്നാണെന്ന് ബോധ്യം വരുമ്പോ ഒരു മനുഷ്യനും സമയം കിട്ടാതെ വരില്ല. ഒരു മനുഷ്യനും തന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ അമലുകൾ ചെയ്യാൻ മുന്നേറാൻ ഒരു പ്രയാസം തോന്നില്ല. അതെന്റെ സമയം നഷ്ടപ്പെടുന്നാണല്ലോ എന്ന് തോന്നില്ല. ആർക്കാ തോന്നാത്തത്? അള്ളാഹു പറയാണ്, ശ്വാസമടക്കി പിടിച്ചു പോകുന്ന, ഹൃദയങ്ങൾ തൊണ്ടയിലേക്ക് എത്തുന്ന ആസന്നമായ ഒരു ദിവസത്തെ കുറിച്ച് അവർക്ക് താങ്കൾ താക്കീത് കൊടുക്കണേ പ്രവാചകരെ. അള്ളാഹ് പറയാ, ആർക്കാ ഇതൊന്നും ഈ കാര്യങ്ങളൊക്കെ ആ തടസ്സമാവാതെ വരുവാന്നറിയോ? പേടിച്ച് ഭയപ്പെട്ട് എന്റെ ദുനിയാവിലെ ജീവിതത്തിന്റെ മോശമായ പ്രവർത്തനങ്ങൾ കാരണം പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ പോയി നിൽക്കുമ്പോ റബ്ബിന്റെ ശിക്ഷയെ പേടിച്ചു ഭയപ്പെട്ട് ഹൃദയം പേടി കൊണ്ട് കയറി തൊണ്ടയിലെത്തി നിൽക്കുന്ന അത്തരം ഒരു അവസ്ഥയെ കുറിച്ച് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമില്ല. അങ്ങനെയുള്ളൊരു ദിവസം എനിക്ക് രക്ഷപ്പെടാൻ, എന്റെ കൃത്യനിഷ്ഠമായ ജീവിതത്തിനും സൂക്ഷ്മതക്കും കഴിയുമെങ്കിൽ വിശാലമായ ആ പ്രതിഫലങ്ങളെ നഷ്ടപ്പെടുത്താൻ ബോധമുള്ള ഒരു മനുഷ്യനും കഴിയില്ല, അവൻ തയ്യാറാവില്ല. എന്റെ കാരണം കണ്ണഞ്ചി പോകുന്ന ഒരു ദിവസത്തിലേക്കാണ് അവർ പിന്തിച്ചു നിർത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ആയുസ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്തിനാണെന്നോ? നിങ്ങൾ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കാൻ നിങ്ങൾക്ക് അവസരം തന്നിരിക്കുന്നത് എന്തിനാണെന്നോ? റബ്ബ് സുബ്ഹാനഹു പറയുകയാണ്, കണ്ണഞ്ചി പോകുന്ന ഒരു ദിവസം
ദിവസത്തിലേക്കാണ് അവരെ നിർത്തിയിരിക്കുന്നത്, ഖിയാമത്തിലേക്കാണ് അവരെ പിന്തിച്ചു വച്ചിരിക്കുന്നത്. ആ ദിവസത്തിന്റെ പ്രത്യേകത ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരിയാ, മുഖങ്ങൾ ചുളിഞ്ഞു പോകുന്ന അതീവ ഭീകരമായ ദിവസത്തെ ഞങ്ങൾ ഭയപ്പെടുന്നു നാഥാ എന്ന് പറയുന്ന വിശ്വാസികളാവാൻ നമുക്ക് സാധിക്കണം. മരണത്തിന് മുമ്പ് നാം ഭയപ്പെടുന്ന ഏതൊരു ദുഃഖത്തെക്കാളും ദുരിതത്തെക്കാളും ഭീകരമായ ഒരു അവസ്ഥയെ ഞാൻ നേരിടേണ്ടി വരും, ആ ദിവസത്തെ ഞാൻ നേരിടേണ്ടി വരുമെന്ന ചിന്തയെന്ന് മനസ്സിലേക്ക് കടന്നു വരുമ്പോ ഈ ദുനിയാവിൽ അനുഭവിക്കുന്ന എന്തെന്ത് പ്രയാസങ്ങളും നമുക്ക് പ്രയാസമായി തോന്നുകയില്ല, ഏതേത് ദുരിതങ്ങളും നമുക്ക് ദുരിതമായി തോന്നുകയില്ല. വീട്ടിൽ മകനുണ്ട്, മകളുണ്ട്, അരക്ക് കീഴെ തളർന്നു കിടക്കുന്ന എന്റെ ഭാവിയിൽ എന്റെ വയസ്സായ സമയത്ത് എന്നെ നോക്കേണ്ടുന്ന എന്റെ മക്കളുടെ കഥ എന്താ? അരക്ക് താഴെ തളർന്നു കിടക്കുകയല്ലേ. എന്റെ ഉപ്പാക്ക് രോഗമല്ലേ, എന്റെ ഉമ്മാക്ക് രോഗമല്ലേ, എന്റെ സാമ്പത്തികമായ എല്ലാം തകർന്നു പോയില്ലേ? ഇങ്ങനെയുള്ള ചിന്തകൾ അലട്ടുന്ന ആളുകളുണ്ടല്ലോ സമുദായത്തിൽ, സമൂഹത്തിൽ. എല്ലാവർക്കും ശിവ നൽകുമാറാവട്ടെ, എല്ലാവർക്കും ആഫിയത്ത് നൽകുമാറാവട്ടെ. അതിനേക്കാൾ ആ പ്രയാസങ്ങളെക്കാൾ 1000 ഇരട്ടി പടക്കുന്ന കാര്യങ്ങളാണ് സഹോദരന്മാരെ പരലോകത്ത് നമ്മെ കാത്തിരിക്കുന്നത്. കൃത്യമായി ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു ദിവസമുണ്ട് എന്ന് ബോധ്യം വന്നാൽ തൽക്കാലം ഒരു 10,000ന്റെ നഷ്ടം സംഭവിച്ചാലും അള്ളാഹുവിന്റെ കൽപ്പനകളെ നിരാകരിക്കുവാൻ ബുദ്ധിയുള്ളവർക്ക് കഴിയില്ല. അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞത്, ഈ കാര്യങ്ങൾ ബോധ്യം വന്നത് കൊണ്ടാണ് അവര് പള്ളിയിൽ വന്നിരിക്കുന്നത്, അവര് ഇബാദത്തുകളിൽ വ്യാപൃതരായിരിക്കുന്നത്. എന്തുണ്ടാ? അവർക്കൊന്നും അറിയാത്തത് കൊണ്ടാണോ? അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊന്നുമില്ല, ഇനിയിപ്പം നിന്ന് അങ്ങാടിയിൽ നിന്നിട്ട് പള്ളിയിലിരിക്കാം, അങ്ങനെയാണോ? അല്ല, അവർക്കെല്ലാം ഉണ്ട്. പക്ഷേ ഈ കാര്യങ്ങളെ കുറിച്ച് അവർക്ക് ബോധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് റിജാലും ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. ഇതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അവരുടെ എല്ലാ ഭൗതികമായ കാര്യങ്ങളെയും പുനർവൽക്കരിച്ചുകൊണ്ട് അവര് പടച്ചറപ്പിന്റെ ഭവനത്തിൽ കൊണ്ടിരിക്കുന്നത്. നമസ്കാരം അതിങ്ങനെ കൃത്യമായി നിർവഹിക്കുന്നത്, സകാത്ത് കൊടുക്കുന്നതൊക്കെ ഈ കാര്യങ്ങളെ കുറിച്ച് ബോധ്യമായതുകൊണ്ട് ഇത് ബോധ്യമായി ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യുന്നവരുടെ അവസ്ഥയെന്ന് അടുത്ത പ്രചോദനം എന്താ സഹോദരന്മാരെ? റബ്ബ് പറയുന്നു, ليجزيهم الله أحسن ما عملوا ويزيدهم من فضله فيرزق من يشاء بغير حساب. ليجزيهم الله أحسن ما عملوا. അവര് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു വച്ചതിന്റെ പേരിൽ അവർക്ക് നൽകിയ ആയുസ്സിൽ അവർ സൽക്കർമ്മങ്ങൾ ചെയ്തത് കൊണ്ട് അല്ലാഹു അവർക്ക് വയസീദഹും ഫളിഹി, റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ നിന്റെ സമ്പത്ത് റബ്ബ് കുറച്ച് കളയില്ല. നിന്റെ റബ്ബ് നിന്റെ ഒരു സുഹൃതവും കുറച്ച് കളയില്ല. മറിച്ച് നീ റബ്ബിന്റെ മാർഗത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്താൽ ആ റബ്ബ് അവന്റെ ഫളിൽ നിന്ന്, അനുഗ്രഹത്തിൽ നിന്ന് നിനക്കത് അത് ധാരാളമായി നൽകുന്നതാണ്. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. റബ്ബ് ഉദ്ദേശിക്കുന്നവർക്ക് റബ്ബ് കണക്ക് നോക്കാതെ, അതിൽ ഏകകം വെക്കാതെ റബ്ബവർക്ക് പ്രതിഫലം നൽകുന്നതാണ്, റിസ്ക് കൊടുക്കുന്നതാണ്. ദുനിയാവിൽ മനുഷ്യന് സമ്പാദിച്ച സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടു പോവാറില്ലേ? എത്രയോ ഒരുപാട് വലിയ സംഖ്യകൾ സമ്പാദിച്ച് വലിയ സാമ്പത്തികമായ ഭദ്രത എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ എത്തിയാലും നഷ്ടപ്പെട്ടു പോയ, തകർന്നു പോയ, തളർന്നു പോയ, എന്തെന്നാ പറയേണ്ടത്, ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക്
എന്താ പറയാ, തകർന്നു പോയ, നശിച്ചു പോയ എത്രയെത്ര ആളുകളെ നമുക്കറിയാം സഹോദരന്മാരെ. ദുനിയാവില് ആ സ്വന്തം കഴിവുകൊണ്ട് റബ്ബിന്റെ മനോഹരമായ, റബ്ബിന്റെ വിശാലമായ അനുഗ്രഹം കൊണ്ട് ധാരാളമായി സമ്പാദിച്ച ആളുകള് വളരെ ചെറിയ സമയം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയത് നമ്മളുടെ മുമ്പിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയട്ടെ സഹോദരന്മാരെ. ഞാന് ഈ തൃശ്ശൂർ ജില്ലയില് അവിടെ പഠിക്കുകയും ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പേരൊന്നും പറയുന്നില്ല, മോശമാണല്ലോ. ആ ഒരു വ്യക്തി വലിയ സമ്പന്നതയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലുള്ള ഒരു മനുഷ്യൻ. സമ്പന്നതയുടെ ഏറ്റവും ഉന്നതയിൽ അദ്ദേഹത്തിന്റെ കാറിന്റെ നമ്പറിന് 5 ലക്ഷം രൂപയാണ്. ഒരു ഫാൻസി നമ്പർ സംഘടിപ്പിച്ചത് 5 ലക്ഷം രൂപ കൂടുതൽ നമ്പർ കിടക്കട്ടെ, 5 ലക്ഷം. വലിയ ഭവനം. കാണാൻ പോകുന്നതാണെങ്കിൽ ആദ്യം 3 പേരെ കാണണം. ഞാൻ പോയതാ, എന്റെ ഒരു സുഹൃത്ത്, ഒരു കച്ചവടക്കാരൻ, അദ്ദേഹത്തിൽ നിന്ന് ചരക്കെടുത്ത് ആ പൈസ വാങ്ങാൻ പോയപ്പോ 3 ആളുകളെ ഇങ്ങനെ ഓഫീസ് ബൈ ഓഫീസായിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. വലിയ പണക്കാരൻ, കോടീശ്വരൻ. കുറച്ചു മുമ്പ് ഒരു സാമ്പത്തിക ക്രൈസിസ് വന്ന് ഓർമ്മയില്ലേ, പെട്രോളൊക്കെ വില കുറഞ്ഞു. അങ്ങനെ ആ ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന്റെ സർവസമ്പത്തും നഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ ഒന്നൊന്നായി വിറ്റ് എല്ലാം കൊടുത്ത് കിടപ്പാടം കൊടുത്തിട്ടും കടം തീർന്നില്ല. മകൾ ഉന്നതമായ കലാലയത്തിൽ പഠിക്കുക, പക്ഷെ മുന്നോട്ട് പോകണ്ടേ. മകൾ തിരിച്ചു വന്നു. ഭാര്യയും മകളും കൂടി ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു. കടം വാങ്ങിയ ആളുകൾ അവിടേക്കും വരുന്നു. അവരുടെ കുത്തുവാക്കുകൾ, അസഭ്യം കേൾക്കാൻ കഴിയാതെ മകളെയും ഭാര്യയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ച് ഒരു വാടക വീടിന്റെ ആ ഒരു ജനാലക്ക് മുമ്പിൽ ആ മനുഷ്യൻ പുറത്തേക്ക് നിസ്സഹായതയോടുകൂടി നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സുഹൃത്തിന്റെ കൂടെ ഞങ്ങൾ പോയി. അദ്ദേഹം എന്താ പറയാ സഹോദരന്മാരെ, ഞാൻ പേര് പറയുന്നില്ല, അള്ളാഹുവിന്റെ മാർഗത്തില് അദ്ദേഹം ഒന്നും ചെലവഴിച്ചിരുന്നില്ല. മറിച്ച് രാഷ്ട്രീയമായ അതുപോലെ ഭൗതികമായ കാര്യങ്ങൾക്ക് പണം വാങ്ങിക്കൊടുക്കാറുണ്ടായിരുന്നു. ദീനിയായ കാര്യങ്ങൾക്കൊന്നും അദ്ദേഹം കൊടുത്തിരുന്നില്ല. ഞാൻ കുറ്റം പറയുന്നതല്ല. പക്ഷേ സഹോദരന്മാരെ, ഈ ദുനിയാവിൽ അദ്ദേഹം നേടിയ സമ്പത്ത് എവിടെ പോയി ചില്ലിക്കാശ് പോലും ഉപയോഗിക്കാൻ കഴിയാതെ മരിച്ചു പോവേണ്ടി വരുന്ന ഒരവസ്ഥ. പ്രിയപ്പെട്ടവരെ, മറ്റുള്ള ആളുകളുടെ കാര്യങ്ങൾ നമുക്ക് പാഠമാകണം, നമുക്കത് പ്രചോദനമാകണം, നമുക്ക് നമ്മുടെ ചിന്തയെ തൊട്ടുണർത്താനുള്ള ഉദ്ദീപനമായി മാറാൻ കഴിയണം പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ ഇത് അറിയുന്ന ആളുകൾ ഒരുപക്ഷെ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടാവും. കൊണ്ടോട്ടി, മലപ്പുറം ജില്ലയിലെ പ്രധാന സ്ഥല കൊണ്ടോട്ടി. വലിയ പണക്കാരൻ, ഒരു ചൊല്ലരി നടത്തുന്ന, കൊണ്ടോട്ടിയിൽ ആർക്കും തന്നെ ഇല്ലാത്ത അത്ര വലിയ ബിസിനസ് നടന്നിരുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം എല്ലാവരെയും സഹായിക്കുന്ന, പാവപ്പെട്ട മുസ്ലിം സമുദായത്തിലെയും പുറമെയുള്ളയും ആളുകൾക്ക് ധാരാളമായി കൊടുത്തിരുന്ന ഒരു മനുഷ്യൻ. പല ആളുകളും അദ്ദേഹത്തോടുള്ള അസൂയ കാരണം പല കേസും കൊടുത്ത് അദ്ദേഹത്തിന്റെ കടയൊക്കെ അടച്ച് അദ്ദേഹം ദാരിദ്ര്യത്തിലേക്ക് പോയി. അദ്ദേഹം വളരെ കഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ജീവിക്കുമ്പോൾ ഒരു മുതലാളിയുടെ സ്ഥാപനത്തിൽ ജോലിക്കാരനായി നിൽക്കുന്ന ഒരവസ്ഥയിലും ആ മനുഷ്യൻ പറഞ്ഞതെന്താ, എനിക്ക് വിഷമമൊന്നുമില്ല, എനിക്ക് സങ്കടമൊന്നുമില്ല, എന്റെ അടുത്ത് ധാരാളം സമ്പത്തുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കച്ചവടം നടത്തി, എനിക്ക് പറ്റുന്നതൊക്കെ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. ഇതെന്റെ റബ്ബിന്റെ പരീക്ഷണമാണ്. ഞാൻ നൽകിയത് ഞാൻ പരലോകത്തുനിന്ന് കാണും. പോയത് എനിക്ക് പോയി, അതെനിക്ക് സങ്കടമില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ച അവസരങ്ങളും സൗഭാഗ്യവും നമ്മുടെ വിശാലമായ എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് തടസ്സമായാൽ, നമ്മൾ തകർന്നു പോകുന്ന ഒരു അവസ്ഥ വന്നാൽ എല്ലാം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയെ അഭിമുഖീകരിച്ച് നല്ല ബുദ്ധിയോടുകൂടി ജീവിക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞോളുന്നില്ല. അതുകൊണ്ട് ലഭിച്ച അവസരം ഉപയോഗപ്പെടുത്തുക, ലഭിച്ച അവസരം ഉപയോഗപ്പെടുത്താതെ റബ്ബിന്റെ ഭീകരമായ പരീക്ഷണങ്ങൾ വന്ന് അട്ടിപ്പാറായി ജീവിതത്തിൽ പ്രവേശിച്ചാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ.
الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أيها الناس أوصيكم وإياي ثانيا بالتقوى. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോട് ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, പറഞ്ഞുകൊണ്ട് വന്നത്, നമ്മുടെ ദുനിയാവിൽ നേടിയെടുക്കുന്ന എന്തെന്ത് സൗഭാഗ്യവും ഏതെന്ത് ധന്യതയും ഐശ്വര്യവും ക്ഷണിക നേരങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോവാൻ സാധ്യതയുണ്ട്. എത്ര വലിയ ഭദ്രതയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ എനിക്കൊരു പ്രശ്നം വരുന്നത്, എന്ത് പരീക്ഷണം വന്നാലും ഞാനിവിടെ സ്ഥലമുണ്ടല്ലോ, അതല്ലെങ്കിൽ അവിടെ ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ, അതൊക്കെ വെറുതെയാണ്. അള്ളാഹുവിന്റെ പരീക്ഷണം വന്നാൽ ഇങ്ങനെ ചുട്ടുകൊട്ടാരം പോലെ തകർന്ന് തരിപ്പണോ റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുപോലെയുള്ള ഭീകരമായ പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റൂ. പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ നൽകുന്ന ചെയ്യുന്ന കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ കൊടുക്കുന്ന ചെലവഴിക്കുന്ന പണം, നമ്മുടെ സമയം, എന്തും അത് നഷ്ടപ്പെട്ടു പോകില്ല. ഇപ്പൊ ഈ കളക്ഷനൊക്കെ വേണ്ടിയിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പറയും 1000 റുപ്യ അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെ അതൊക്കെ കൊടുത്തിറങ്ങി പോകുമ്പോ ചില ആളുകൾ പറയും 1000 പോയി. പെണ്ണുങ്ങളോട് പറയാ, ആ 1000 ബാക്കിയായി. ശരിക്കും അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് പോയി എന്നല്ല, അതാണ് നമ്മളടുത്ത് ബാക്കിയുള്ളത്. അള്ളാഹുവിന്റെ മാർഗത്തില് നമ്മൾ ചെലവഴിച്ച ആ സമ്പത്താണ് നമുക്ക് ബാക്കിയുള്ളത്. തിരുമേനി പറഞ്ഞില്ലേ, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ കഴിക്കുന്നതും ധരിക്കുന്നതും പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിച്ചത് അതാണ് ബാക്കിയുള്ളത്. പിന്നെ ഇവിടെ കടിപിടി കൂടാൻ വേണ്ടിയിട്ട് ബാക്കി വെച്ചത് അത് എന്താ പറയാ. അപ്പൊ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിച്ച ഒന്നും നമുക്ക് അത് പോയല്ലോ, അതിന് പിന്നെ എവിടുന്നാ കണക്ക് പിടിക്കുക, നമ്മൾ ബേജാറാവണ്ട. അത് കിറാമൻ കാതിബീൻ, മാന്യന്മാരായ റബ്ബിന്റെ എഴുത്തുകാരത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അത് റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോ, വിചാരണക്ക് കളമൊരുങ്ങുമ്പോ, കിതാബ് കയ്യിൽ കിട്ടുമ്പോ റബ്ബ് കൃത്യമായി നമ്മളോട് പറഞ്ഞ കാര്യമല്ലേ. കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി യഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا എന്ന് പറഞ്ഞ അവസ്ഥയിൽ രക്ഷപ്പെടും. ആ ഒരു അവസ്ഥയിൽ രക്ഷപ്പെടും. എപ്പോ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെലവഴിച്ചാൽ. അള്ളാഹുടെ മാർഗത്തിൽ നിങ്ങൾ നൽകുന്നാണെങ്കിൽ, കൊടുക്കുന്നാണെങ്കിൽ നിങ്ങളുടെ ഐശ്വര്യം റബ്ബ് വർദ്ധിപ്പിക്കും. അത് റബ്ബ് കണക്ക് വെക്കും. അതിന് കലവറയില്ലാതെ, പരിധിയില്ലാതെ, പരിമിതിയില്ലാതെ റബ്ബ് അതിന് കണക്ക് നോക്കാതെ റബ്ബ് അങ്ങ് കൊടുക്കും. അള്ളാഹ് കൊടുത്താൽ കുറയോ? എല്ലാം റബ്ബിന്റേതല്ലേ, അങ്ങ് കൊടുക്കുന്ന റബ്ബ് പറയാ, ഒരു അണുമണി തൂക്കം പോലും റബ്ബ് കുറയ്ക്കില്ല കേട്ടോ. റബ്ബ് അനീതി ചെയ്യുകയില്ല കേട്ടോ. നിങ്ങൾ നന്മ ചെയ്താൽ റബ്ബ് അതിന്റെ പ്രതിഫലം ഇരട്ടിപ്പിച്ചു നൽകും. അവൻ അതിന്റെ മഹത്തായ പ്രതിഫലം നിങ്ങൾക്ക് നൽകും. റസൂലുള്ളാഹി പറയാ, ആരെങ്കിലും നന്മയായിട്ട് വന്നാൽ അവർ ചെയ്ത നന്മയ്ക്ക് റബ്ബ് 10 ഇരട്ടിയായി പ്രതിഫലം കൊടുക്കും. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടി ഇരട്ടിയായി കൊടുക്കും
എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ തിന്മ ചെയ്താലോ റബ്ബ് ഇരട്ടിയായിട്ട് തരുകയില്ല. റബ്ബ് ചെയ്ത തിന്മയ്ക്കേ ശിക്ഷിക്കൂ. നന്മക്ക് റബ്ബ് ഇരട്ടിയായി നമുക്ക് പ്രതിഫലം തരും. ആ ചിന്തയൊക്കെ ആഗ്രഹമൊക്കെ ഇതൊക്കെ വിശ്വാസത്തോടുകൂടി ആ ഒരു താല്പര്യത്തോടുകൂടി ഇഷ്ടത്തോടുകൂടി നിർവഹിക്കാൻ കഴിയണം നമുക്ക്. സഹോദരന്മാരെ, പറഞ്ഞതും കേട്ടതും എന്റെ നിങ്ങളുടെ നമ്മൾ മാത്രമാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം, ഉൾക്കൊള്ളാൻ കഴിയണം, പാലിക്കാൻ കഴിയണം, പുലർത്താൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് കേന്ദ്ര പള്ളി ഫണ്ടിന്റെ കലക്ഷൻ അത് പൊതുന്ന കേന്ദ്രം എന്നത് പറഞ്ഞ് ബേജാറാവണ്ട. നമ്മൾക്ക് അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു പോകുന്നു. പലത് പ്രയാസപ്പെടുന്ന കഷ്ടപ്പെടുന്ന നിത്യജോലി പോലുമില്ലാതെ കഷ്ടപ്പെട്ട് കണ്ടുമില്ലടക്കാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു നിൽക്കുന്ന പാവപ്പെട്ട ആളുകൾ ജീവിക്കുന്ന സ്ഥലം നമ്മുടെ കേരളത്തിലുണ്ട്. അത്തരം ആളുകളെ സഹായിക്കുവാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ഒരു സംവിധാനമാണിത്. തിരുമേനി പറഞ്ഞില്ലേ, മൻ ബനഹാ ലില്ലാഹി മസ്ജിദാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും റബ്ബിന് വേണ്ടി ഒരു പള്ളി പണിതാൽ റബ്ബ് അവന് സ്വർഗ്ഗത്തിൽ ഒരു ഭവനം പണിതു കൊടുക്കും. ഒരു കൊട്ടാരം പണിത് നമുക്ക് സ്വന്തം പണിയാൻ പറ്റൂല. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മൾ കൊടുക്കുന്ന ആ ഒരു സമ്പത്ത് ഒരു മനുഷ്യന് സുജൂദ് ചെയ്യാൻ ആവശ്യമായ സ്ഥലം അത് നിർമ്മിക്കുവാനുള്ള ആ ഒരു പ്രവർത്തനത്തിലേക്ക് മാറ്റിവെക്കപ്പെട്ടാൽ നമ്മൾ അറിയുന്നില്ല. നമ്മൾ ആ കാശങ്ങ് കൊടുത്തു, അതങ്ങ് കൊടുത്തു, നമ്മുടെ ജോലിക്ക് പോണ്. സഹോദരന്മാരെ, അത് നമ്മൾ മരണപ്പെട്ടു പോയാലും റസൂലുള്ള പറഞ്ഞതാണ്, അവൻ മരണപ്പെട്ടു പോയാലും അവന്റെ ഖബറിലേക്ക് അവന്റെ പ്രവർത്തനങ്ങളുടെ അക്കൗണ്ടിലേക്ക് അത് വന്നു ചേരുന്നതാണ്. നമ്മളറിയാം, നമ്മുടെ മരണശേഷം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്തത്തിന് വേണ്ടിയാണ് ഈ പ്രവർത്തനം എന്നൊക്കെ മനസ്സിലാക്കുക. നിയ്യത്ത് ശരിയാക്കി റബ്ബിന്റെ തൃപ്തി മനസ്സിൽ കണ്ട് പ്രവർത്തിക്കാൻ കഴിയണം. നമുക്ക് പ്രവർത്തിക്കുക. റബ്ബ് നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഞങ്ങളെ പരീക്ഷിക്കരുതേ നാഥാ. നിന്റെ ഭീകരമായ ശിക്ഷ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കരുതേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പൊറുക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും ബന്ധുമിത്രാദികളെയും നിന്റെ സ്വർഗ്ഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് ചേർക്കണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أحينا للكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. الله أكبر الله أكبر.